ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് അതിൽ നിന്ന് പരിപൂർണ വിടുതൽ ലഭിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. ഈശോ നിങ്ങളെ സുഖപ്പെടുത്തും. രോഗപീഠകൾ ശരീരത്തിൽ നിന്നും വിട്ടുപോകും. ആദ്യം കുരിശടയാളം വരച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു ഗാനം ആലപിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മുടെ ഈശോയെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കണം. എന്നിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന തിരുവചനം നിങ്ങൾ 3 തവണ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തിൽ രോഗബാധിതമായ അവയവങ്ങളിലെല്ലാം യേശുവിൻ്റെ സൗഖ്യദായകമായ വചനത്തിൻ്റെ ശക്തി വന്ന് നിറയട്ടെ. ആദ്യ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും. ഈ വചനം 3 തവണ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി അടുത്ത വചനം ഏശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണ്. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതികൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ വചനവും 3 തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. ഇനി 3-ാമത്തെ വചനം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനം. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ കൈകൾ എൻ്റെ മേൽ നീട്ടണമേ. ഈ വചനവും 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ നമ്മുടെ ശരീരത്തിനെ മുഴുവനായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടുമാറിപ്പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലാം. ദുഷിച്ച സ്വപ്നങ്ങളുടെ ഫലമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായ എല്ലാ രോഗങ്ങളും വ്യാധികളും ബലഹീനതകളും യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ഇല്ലാതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല സാത്താൻ്റെ വളർച്ചകളും എൻ്റെ ജീവിതത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും വേരോടെ പിഴുതു പോകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ വിത്തുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിൽ നിന്ന് വേരോടെ പറിച്ചു മാറ്റണമേ. സാത്താൻ്റെ സകല നിക്ഷേപങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും എന്നിൽ നിന്ന് പുറന്തള്ളപ്പെടണമേ. യേശുവേ, എൻ്റെ ശരീരത്തിൻ്റെ രോഗബാധിതമായ എല്ലാ കോശങ്ങളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ രക്തത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ അസ്ഥികളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ ത്വക്കിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ സിരകളിലും ഞരമ്പുകളിലും ധമനികളിലും ദൈവത്തിൻ്റെ ജീവൻ കടന്നു വരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നും സകല വിഷാംശങ്ങളും പുറത്തു പോകട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ ജീവനും ജീവിതവും യേശുവിൻ്റെ ദാനമാണ്. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. യേശുവേ നന്ദി. ദൈവമേ നിനക്ക് സ്തുതി. ദൈവമേ നിനക്ക് സ്തുതി.
യേശുവേ നിനക്ക് നന്ദി, ദൈവമേ നിനക്ക് സ്തുതി. കുരിശടയാളം വരച്ച് നിങ്ങളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ്. പലവിധ അസുഖങ്ങളാലും ശാരീരിക ബുദ്ധിമുട്ടുകളാലും കടന്നു പോകുന്നവരായ പ്രിയമക്കളെ, ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും ചൊല്ലി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. സൗഖ്യദായകനായ തമ്പുരാൻ്റെ കരങ്ങൾ നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ സുഖപ്പെടുത്തും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങൾ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.